മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബേക്കറി പലഹാരമായിട്ടുള്ള തേങ്ങാ ബണ്ണാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഓവനില്ലാതെ ഗ്യാസ് അടുപ്പിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കുക. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു ബൗൾ എടുക്കണം. ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നീട് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് പൊങ്ങി വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് നേരം ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടപ്പ് തുറന്ന് നോക്കി. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ആ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനാണ് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും. ഒരു 1.5 കപ്പ് മൈദ ചേർത്തു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുള്ള ഒരു മുട്ട തണുപ്പ് വിടണം. തണുപ്പോട് കൂടി ചെയ്യരുത്. അത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ശേഷം നമുക്കത് നന്നായിട്ട് കലക്കിയെടുക്കാം. അതിൽ നിന്ന് ഏകദേശം ഒരു 1/4 ഭാഗത്തിലധികം നമുക്കിതിലേക്ക് ചേർക്കണം. ഒരു 1/4 ഭാഗത്തോളം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നീട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇതിന് നല്ല മധുരം ഉണ്ടായാലാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. പിന്നീട് ഒരു 50 ഗ്രാം വെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ 1/4 ഭാഗം ഞാനിപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കിനി കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് ആദ്യം നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറിയ ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ണയിൽ ഉപ്പുണ്ടെങ്കിൽ സോൾട്ടുള്ള ബട്ടറാണ് ചേർക്കണമെന്ന് വിചാരിച്ചാൽ ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയല്ല, നന്നായിട്ട് ലൂസ്. ഇത് കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കണം. അല്ലാതെ നമ്മൾ എണ്ണ ഇതൊന്നും ചേർത്തിട്ട് അതുപോലെ ആക്കരുത്. ഇതുപോലെ കുറച്ച് വെള്ളമായിട്ട് തന്നെ വേണം. പിന്നെ ബാക്കി വന്ന വെണ്ണയും കൂടി ഞാൻ ഈ പാത്രത്തിലും അതുപോലെ ഈ കുഴച്ച് വെച്ചതിലെല്ലാം കൂടി തൂത്ത് കൊടുത്തിട്ടാണ് ഇതിൽ വെക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ടൈറ്റായിട്ട് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ നനഞ്ഞ തുണി വെച്ചിട്ടോ ഇതുപോലെ ടൈറ്റായിട്ട് മൂടി വയ്ക്കാം. ഇനി ഇതൊരു 1.5 മണിക്കൂർ നേരം നമുക്ക് ഇതുപോലെ വെക്കണം. ഇനി ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പീസാക്കിയത് എല്ലാം കൂടി നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ചുവന്ന ചെറി കൂടി നമുക്ക് ചേർക്കാം. ഉള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇത്രയും തന്നെ ധാരാളമാണ്. കൂടുതൽ നമുക്ക് തേങ്ങയാണ് ഇതിൽ വേണ്ടത്. തേങ്ങാ ബൺ എന്നല്ല ഇതിന് പറയുന്നത് കൊണ്ട് തേങ്ങയാണ് വേണ്ടത്. നമുക്കെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. മധുരം വേണം, അകത്ത് വയ്ക്കുന്ന ഫില്ലിങ്ങിലും വേണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഓപ്ഷണലാണ് പാൽപ്പൊടി, പക്ഷേ അതിട്ടാൽ നല്ലൊരു രുചിയാണ്. നമുക്ക് വെറുതെ ഈ പാൽപ്പൊടിയും നാളികേരം കൂടി മിക്സ് ചെയ്താലും കഴിക്കാനും കൂടി നല്ലതാണ്. ഇതുപോലെ എല്ലാം കൂടിയും കൂട്ടി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കുക. 1.5 മണിക്കൂർ, ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ശേഷമാണ് ഞാനിത് തുറന്നു നോക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പാകമാണല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ഥലം, നന്നായിട്ട് പരത്താനും കുഴയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പാത്രത്തിലിട്ടാലും മതി. കുറച്ച് മൈദമാവ് തൂത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് നേരം കുഴച്ചെടുക്കണം. കയ്യിൻ്റെ ഉള്ളനടി വെച്ചിട്ട് തേച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് കുഴച്ചെടുത്താലാണ് ഇത് നമുക്ക് നല്ലതായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് കുഴയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു ഇളവും വേണ്ട. നന്നായിട്ട് തന്നെ കുഴച്ച് ഇതുപോലെ എടുക്കണം. ഇതുപോലെ ഇപ്പം ഞാനത് കുഴച്ചിട്ട് നല്ലൊരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഭാഗമാക്കിയിട്ട് മുറിച്ചെടുക്കണം. 2 ഭാഗത്തിലത്തെ ഒരു ഭാഗം ഒരു ലേശം വലിപ്പം കൂടുതലായിട്ട് വേണം. അത് നമുക്കിത് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളയാണ്. അതെടുത്ത ശേഷം നമുക്കിത് അകത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് വേണം നമുക്ക് ഉരുട്ടിയെടുക്കാൻ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അകത്തേക്ക് മടക്കി
ഉരുട്ടിയെടുക്കണം. ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ തേങ്ങാ ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഈ ഓവനിൽ വെക്കാത്തതുകൊണ്ട് ഇതിന് കുഴപ്പം വരുന്നത്. കാരണം നല്ല ഒരു റെഡിഷ് ഗോൾഡൻ കളറായിട്ടാണ് നമുക്കിത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുക. അത്ര തന്നെ നമുക്ക് കളറില്ലെങ്കിലും ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാബണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇത് പരത്തുന്ന സമയത്തും നമുക്ക് കുറച്ച് കട്ടി വേണം. ഒരു 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. പിന്നെ ഞാനിത് ഇതുപോലത്തെ ഒരു പ്ലേറ്റിൻ്റെ മീതെയായിട്ടാണ് വെക്കുന്നത്. ഈ പ്ലേറ്റിൻ്റെ അകത്തല്ല, പുറം ഭാഗത്താണ് ഞാൻ പറഞ്ഞ 50 ഗ്രാം വെണ്ണ എടുത്ത് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചത് ഇതിനൊക്കെ ആവശ്യത്തിനായിരുന്നു. അത് നന്നായിട്ട് ഇതിൻ്റെ പുറത്ത് തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ആദ്യം പരത്തിയത് ഇതിൻ്റെ മീതെയായിട്ട് വെച്ച് കൊടുക്കണം ഇങ്ങനെ. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കൂടുതലായിട്ട് നടുക്കിൽ വെക്കണം. 4 പുറത്തേക്കും നമ്മൾ കുറച്ച് ചെറുതായിട്ട് മതി. നടുക്കിൽ ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് അവസാനം കൈ വെച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഏകദേശം ഒരു 25-50 ഗ്രാമോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ വേണ്ടത്. പക്ഷേ കൂടുതൽ തേങ്ങയാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ മീതെ ഇതുപോലെ നമ്മൾ ആ രണ്ടാമത് പരത്തിയതും കൂടി വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ അറ്റമൊക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. നല്ല ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ഇത് മടക്കി വയ്ക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ മടക്കി വെച്ചാൽ മതി. തുറന്നു പോകുന്നില്ല. ഇതുപോലെ നമുക്ക് ഒന്ന് പരത്തി ഷേപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഇതും വേണം ഒരു 30 മിനിറ്റ് നമ്മൾ അടച്ച് വയ്ക്കാൻ. 25-30 മിനിറ്റോളം അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു തട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്കിത് കുറച്ച് പരന്നതോ അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നോൺ സ്റ്റിക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കുറച്ച് കുഴിയുള്ള പാത്രമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിത് വെച്ച് കൊടുത്തതാണ്. അത് നന്നായിട്ടൊരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യണം. വെച്ച് കൊടുത്ത പാത്രം നന്നായി ചൂടായ ശേഷം നോർമൽ ചൂടിലേക്ക് മാറ്റണം. നമ്മൾ ബണ്ണ് പരത്തി വെച്ചിട്ടുള്ളത് അതിലേക്ക് കൈ പൊള്ളാതെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുക ചെയ്തത്. പിന്നെ നമ്മൾ ആ മുട്ട ബാക്കി വന്നത് ഞാൻ പറഞ്ഞില്ല ആവശ്യമുണ്ടെന്ന്. അത് ഇതിൻ്റെ മീതെയിട്ട് ഇതുപോലെ പതുക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. സ്പൂണ് വെച്ച് ചെയ്യണേക്കാൾ കുറച്ചുകൂടി, അല്ലെങ്കിൽ ഇനി കൈ വെച്ചിട്ടായാലും കുഴപ്പമില്ല. അകത്ത് ഇത് ചൂടുള്ള പാത്രം ആയതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സൈഡിലും നമുക്കിത് വെച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ച് ഒരു 30 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വയ്ക്കണം. 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി, കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു റെഡിഷ് കളറും കൂടി ഉണ്ടാവും നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പപ്പടം കുത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. വീണ്ടും നമ്മളത് അടച്ച് വെച്ചു. അതൊന്ന് തണുത്ത ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി അതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ബട്ടറും കൂടി ഇതിൻ്റെ മീതെയായിട്ട് തേച്ച് കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിതിനൊന്ന് മുറിച്ച് നോക്കുകയാണ്. നമുക്ക് മുറിക്കാം. ത്രികോണാകൃതിയിലോ അല്ലെങ്കിൽ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് നമുക്ക് ആ ഫില്ലിങ് പിടിച്ചിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഈ വക്കത്ത് കൂടെയുള്ള ഷെയ്ഡ് നമ്മൾ ആ മുട്ടയുടെയാണ്. അത് യാതൊരു കുഴപ്പമില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് ഈ ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ പറ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.